നമ്മൾ ഈ കാണുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സാഹചര്യത്തിൽ പാകിസ്ഥാന് പിന്തുണയും അർപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതിന് ആസാം പോലീസ് അമീറുൽ ഇസ്ലാം എന്ന MLA അറസ്റ്റ് ചെയ്യുന്നതാ. എടാ സംഘിക്കുണ്ടാ, നീ ഒരു നേരം മറ്റവിടുത്തെ പരിപാടി ഇവിടെ എടുക്കാൻ നിൽക്കരുത്. സോഷ്യൽ മീഡിയയിലെ രാജസ്നേഹവും രഹസ്യമായിട്ട് ചാരപരിപാടി ഉണ്ടല്ലോ, ആ തരത്തരം ആ പരിപാടി നീ ഇവിടെ എടുക്കരുത്. മനസ്സിലായി? വാർത്തകൾ വായിക്കുമ്പോൾ അത് സത്യസന്ധമായി വായിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. കാശ്മീർ MLA അറസ്റ്റ് ചെയ്ത ആ വിഷയത്തിന് വേണ്ടിയല്ല, അത് വേറെ വിഷയം. ആ വിഷയം എന്താണെന്ന് എനിക്കിവിടെ പറയാൻ പറ്റില്ല, കാരണം ഇത് ചെറിയ വീഡിയോ ആണല്ലോ, അവിടെ അത് പറയുന്നില്ല. പിന്നെ നിന്റെ സംഘിക്കുണ്ടന്മാരെ കാശ്മീരിലേക്ക് ചാരപ്രവർത്തി നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് പൊക്കിയിട്ട് ജയിലിനകത്താക്കിയത് കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ? കാശ്മീരിലെ ഒരു ലേഡീസിന്റെ വാട്സപ്പിലേക്ക് ചാരപ്രവർത്തിന്റെ കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്ത് കൊടുത്ത ഒരു സംഘിക്കുണ്ടനെ പൊക്കിയെടുത്ത കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ? അതോ സംഖ്യകൾ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? ഈ ഒരു കാര്യം ചെയ്യും. നീ എന്തായാലും നിന്റെ കൊതം സംഖ്യകൾക്ക് എണ്ണയിട്ട് തടവാൻ വേണ്ടി കൊണ്ട് കൊടുക്കുമല്ലോ, ആ സമയത്ത് സംഖ്യകളോടൊക്കെ ചോദിക്കുക ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ടോ, അപ്പൊ അവര് പറഞ്ഞുതരും. അത് സത്യസന്ധമായിട്ട് ഇവിടെ വന്ന് പറയുക, അങ്ങനെ സത്യസന്ധമായിട്ട് പറയാനൊക്കെ ഇതൊക്കെ സത്യസന്ധമായ വാർത്തകളാണ്. ഈ സംഘിക്കുണ്ടന്മാര് ചാരപ്രവൃത്തി നടത്തിയതൊക്കെ അതൊക്കെ നീ വിളിച്ചു പറയും. മനസ്സിലായില്ലേ? പിന്നെന്താ പറയാ? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വാർത്തകൾ വായിക്കുമ്പോൾ മനുഷ്യന്മാർ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക. പാറപ്പുറത്ത് ചിരട്ടെടുത്ത് ഉരയ്ക്കുന്ന പോലുള്ള സൗണ്ടിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കുന്നത് നീ അവരെ കടിക്കാൻ പോകുന്ന പറഞ്ഞ് പേടിച്ചോടിപ്പോ. ശ്രദ്ധിക്കുക എന്നാ കേട്ടോ.